ഹായ് മക്കളെ, ഇത് ഗണിത ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. മക്കളെല്ലാവരും ചോദിച്ചിരുന്നു ഗണിത ക്വിസ് ചെയ്യുമോ എന്നുള്ളത്. ഇത് ക്രിയകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. മക്കൾ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. 8 1 5 10 9 100 3 1000 ചേർന്നാൽ എത്ര? ഇതുപോലെ സ്ഥാനങ്ങൾ തെറ്റാതെ എഴുതിയിട്ട് കൂട്ടി നോക്കണം കേട്ടോ. എത്ര കിട്ടി? 3958. ഫസ്റ്റ് ട്രയൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു കേട്ടോ. ഇനി ഒന്നാമത്തെ ചോദ്യം, 6031 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത്? ഇങ്ങനെ വന്നാൽ ആദ്യം നമ്മൾ ചെറിയ സംഖ്യ എഴുതണം. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത്. 0 വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത്, അതായത് 100ൻ്റെ സ്ഥാനത്ത് ഇടണം. 1036 1036. അടുത്ത ക്വസ്റ്റ്യന്, ചിത്രത്തിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ആൻസർ 30. 30 ഉണ്ടോ? നമ്മൾ എണ്ണി നോക്കിയാൽ ചിലപ്പോൾ 30 കിട്ടൂല. അപ്പോൾ ഇതൊരു കണ്ടുപിടിക്കാനുള്ളൊരു ട്രിക്ക് ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതിൻ്റെ വീഡിയോ നൽകിയിട്ടുണ്ട്. സമചതുരം എത്ര, ചതുരം എത്ര എന്നുള്ളൊരു വീഡിയോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കേട്ടോ. നിർബന്ധമായിട്ടും കാണണം. LSSന് ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ സാധ്യത ഉണ്ട്. ഇനി 3, ഒരു മാസത്തിലെ കലണ്ടറിലെ 9 തീയതികൾ ഉൾപ്പെട്ട കളങ്ങളാണിവ. A+I = 22 ആയാൽ C+G എത്രയായിരിക്കും? ആൻസർ 22. നാലാമത്തെ ക്വസ്റ്റ്യന്, 35 ഗുണിക്കണം 53 കുറക്കണം 53 സമം ഡാഷ് ഗുണിക്കണം 53. ആൻസർ 34. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഒറ്റ സംഖ്യകളുണ്ട്? ആൻസർ 5. ആറാമത്തെ ക്വസ്റ്റ്യന്, 5ാം ക്ലാസ്സിലെ 5 കുട്ടികളുടെ വയസ്സ് 55 ആണ്. 10 വർഷത്തിനു ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? നമുക്ക് തന്നിട്ടുള്ളത് 5 കുട്ടിയുടെ വയസ്സിൻ്റെ തുകയാണ് 55 അല്ലേ. അപ്പോൾ ഒരു കുട്ടിൻ്റെ വയസ്സ് കാണണം. എങ്ങനെ കണ്ടെത്തും? 55 ഹരിക്കണം 5 സമം 11. നമുക്ക് ഓരോ കുട്ടിയുടെയും വയസ്സ് കിട്ടി 11. 10 വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് എത്രയാവും? 21. അങ്ങനെ 5 21 കൂട്ടിയാൽ എത്രയാണ്? 105. അല്ലെങ്കിൽ 21 ഗുണിക്കണം 5 സമം 105. ആൻസർ 105. അടുത്ത ക്വസ്റ്റ്യന്, തുക 50 വരുന്ന രീതിയിൽ തുടർച്ചയായ 5 സംഖ്യകളേവാ? തുക 50 ആണ്, തുടർച്ചയായ 5 സംഖ്യകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 50 ഹരിക്കണം 5 സമം 10. ഇതിൽ 5 ഒരു പ്രാവശ്യം, പിന്നെ 0 ഉണ്ട്, 0 അങ്ങോട്ട് ഇറക്കി എഴുതുക. അപ്പോൾ 10 കിട്ടും. ഹരിക്കാൻ അറിയാലോ അല്ലേ മക്കൾക്ക്? ആൻസർ കിട്ടിയ സംഖ്യ അതിൻ്റെ നടുവിലുള്ള സംഖ്യയാണ്. ഇവിടെ നമുക്ക് 10 നടുവിലുള്ള സംഖ്യ. അതിൻ്റെ ഇടതുവശത്തുള്ള 2 സംഖ്യയും വലതുവശത്തുള്ള 2 സംഖ്യയും എഴുതുക. കണ്ടോ? 8 9 10 11 12. 10 നടുവിലാണ്. തുടർച്ചയായ സംഖ്യയാണ്. ഇത് കൂട്ടിയാൽ നമുക്ക് 50 കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, 50 മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട്? 3000. മിനിറ്റിൽ 60 ഗുണിക്കണം 50 സമം 3000. അടുത്തത് ഇവിടെ ചിത്രം നൽകിയിട്ടുണ്ട്, ചതുരം. ചിത്രത്തിലെ ചതുരത്തിൻ്റെ നീളം എത്രയായാൽ ചുറ്റളവ് 28 സെൻറ്റിമീറ്റർ ആകും? വീതി തന്നിട്ടുണ്ട് 5, ചുറ്റളവ് 28. വീതിയാണ് 5. അപ്പോൾ 2 വീതി 10 ആണല്ലേ. ചുറ്റളവ് എന്നാൽ ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. അത് 28 ആണ്. അതായത് നീളം കൂട്ടണം നീളം, വീതി കൂട്ടണം വീതി. ഇതാണ് ചുറ്റളവ്. നീളം കണ്ടെത്താൻ ചുറ്റളവിൽ നിന്ന് വീതി കുറക്കുക. 28 കുറക്കണം 10 സമം 18. 2 നീളമാണ് 18. ഒരു നീളം എത്രയായിരിക്കും? 18ൻ്റെ പകുതി 9 അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യന്, 46നെ റോമൻ അക്കത്തിൽ എങ്ങനെ എഴുതാം? ഇതുപോലെ കണ്ടല്ലോ. 40 എങ്ങനെ എഴുതാം? 50 ആണ് L. 50ൽ നിന്ന് 10 കുറവാണ് 40. അപ്പോൾ XL ആണ് 40. അതുപോലെ റോമൻ സംഖ്യ എങ്ങനെ സിമ്പിളായി പഠിക്കുക എന്നുള്ള വീഡിയോ നൽകിയിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ നൽകാം. 11ാമത്തെ ക്വസ്റ്റ്യന്, ഇതിലെ അടുത്ത സംഖ്യ ഏത്? 17 22 29 38. അടുത്തത് ഏതാണ്? 17നോട് 5 കൂട്ടിയപ്പോൾ 22 കിട്ടി. 22നോട് 7 കൂട്ടിയപ്പോൾ 29 കിട്ടി. 29നോട് 9 കൂട്ടിയപ്പോൾ 38 കിട്ടി. ഇനി അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? 11. 38നോട് 11 കൂട്ടിയപ്പോൾ 49 കിട്ടി. ആൻസർ 49. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1നും 100നും ഇടയ്ക്ക് എത്ര ഇരട്ട സംഖ്യകളുണ്ട്? ആൻസർ 49. 100നും ഇടയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത്, 100 ചോദിച്ചിട്ടില്ല അല്ലേ.
100 50 ഇരട്ടസംഖ്യകൾ, 50 ഒറ്റസംഖ്യകളാണ്. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.